മറ്റത്തൂർ പഞ്ചായത്തിൽ ഭരണനിർവഹണമില്ലെന്നാരോപിച്ച് പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ. ജനങ്ങളോട് നീതി പുലർത്താത്ത ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാവങ്ങളുടെ പെൻഷൻ തടഞ്ഞ ഭരണസമിതി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് അധികാരം ഒഴിയുക, വൈസ് പ്രസിഡന്റിന്റെ അമിതാധികാര പ്രയോഗം അവസാനിപ്പിക്കുക, തെരുവു വിളക്കുകൾ കത്തിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുക, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, അന്യായമായി വൈദ്യുതി ജീവനക്കാരെ ഒഴിവാക്കിയ നടപടി പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചത്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം LDF മറ്റത്തൂർ പഞ്ചായത്ത് കൺവീനർ PK കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തിൽ LDFന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതി നിയമിച്ച വിവിധ തസ്തികകളിലെ ജീവനക്കാരെ അനാവശ്യമായി പുറത്താക്കുകയും പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിനാൽ തകരാറിലായ തെരുവ് വിളക്കുകൾ തെളിയിക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്നും പഞ്ചായത്തിന്റെ പരിധിയിൽ പാമ്പുകടിയേറ്റ് മരണം വരെ സംഭവിച്ച പശ്ചാത്തലത്തിൽ പ്രദേശം ഇരുട്ടിലാക്കുന്ന സമീപനം വെച്ച് പൊറുപ്പിക്കാനാകില്ലെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുൻപ് നൽകി തീർക്കേണ്ടിയിരുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഭരണസമിതിയുടെ അനാസ്ഥയിൽ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെന്നും 129 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകാൻ കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇന്ന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 11 അംഗങ്ങളും യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധവുമായി പുറത്തു വന്നിരിക്കുകയാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവിളക്കുകൾ സംബന്ധിച്ചിട്ടുള്ള കാതലായിട്ടുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നമെന്ന് പറയുന്നത് 9 വർഷക്കാലമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് തെരുവിളക്കുകൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഗോപകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഓരോ വർഷം കരാറടിസ്ഥാനത്തിൽ 9 വർഷക്കാലമായി കഴിഞ്ഞ ഭരണസമിതികൾ നിലനിർത്തി പോന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴുള്ള ഭരണസമിതി അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്ന മാർച്ച് മാസം അവസാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുകയായിരുന്നു. ആ കാലാവധി തീരുന്ന പക്ഷം ഗോപകുമാറിനെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 28-ാം തീയതി ചേർന്ന ഭരണസമിതി യോഗം ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ്. ഇനി പുതിയൊരാളെ നിയമിക്കണമെങ്കിൽ ടെൻഡർ നടപടി സ്വീകരിക്കപ്പെട്ട് പരസ്യം കൊടുത്ത് ആളുകളുടെ അപേക്ഷ സ്വീകരിച്ച് ഏകദേശം 1-1.5 മാസക്കാലം ആവും ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 2 മാസക്കാലം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ തെരുവ് വിളക്കുകൾ കത്താത്ത ഒരു സ്ഥിതിവിശേഷം നിൽക്കുകയാണ്. 70ഓളം വരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ അർഹരായിട്ടുള്ള ആളുകളും അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ അർഹരായിട്ടുള്ള 50 ആളുകളും 6 വിധവാ പെൻഷനും 3 വികലാംഗ പെൻഷനും അപേക്ഷകൾ പഞ്ചായത്തിനകത്ത് വന്ന് ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4-3 യോഗം ചേർന്ന് അത് പാസ്സാക്കിയിട്ടുള്ളതാണ്. ഈ 3 പഞ്ചായത്ത് യോഗങ്ങളിലും ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കിയിട്ടുള്ള ഈ പെൻഷൻകാരുടെ ലിസ്റ്റ് പഞ്ചായത്ത് യോഗത്തിൽ വയ്ക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്തിട്ടുള്ളതല്ല. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ കത്തിൽ മറുപടി നൽകാനോ പഞ്ചായത്ത് യോഗത്തിൽ അജണ്ടയായി ഇത് ഉൾപ്പെടുത്താനോ ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും തയ്യാറായില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് നീതി നടപ്പാക്കി നൽകാൻ കഴിയാത്ത ഭരണസമിതി രാജിവെച്ചൊഴിയണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിന്നെ ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ ഭരണസമിതിയും അതിൻ്റെ മുൻ ഭരണസമിതിയും ഒക്കെ വെച്ച ദിവസവേതനത്തിന് അടിസ്ഥാനത്തിലുള്ള ആളുകളെ അവരെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ യാതൊരു വിശദീകരണം ചോദിക്കാതെ തന്നെ ഇവിടുത്തെ പഞ്ചായത്തിലെ ഡ്രൈവറെ പുറത്താക്കുന്നു. അതേ രീതിയിൽ തന്നെ ഇവിടെ ഹരിത കർമ്മസേനയുടെ കോർഡിനേറ്ററെ പുറത്താക്കുന്നു. ഇതേ രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലിക്കുന്ന ആളുകളെ പുറത്താക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുടിവെള്ള വിഷയം. ഈ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് രേഖാമൂലം KSMART-ിലൂടെ ഒരു അപേക്ഷ കൊടുത്തു. ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരു രേഖാമൂലം കത്ത് കൊടുത്തു. പക്ഷേ ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആ കത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒരു അജണ്ടയായിട്ട് പോലും ഉൾപ്പെടുത്താൻ ഇന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല. ഇതും ഞങ്ങൾ ഉയർത്തുകയാണ്, ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തുകയാണ്.
അങ്ങനെ 3 മാസക്കാലം കൊണ്ട് ഈ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇത് കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളിയാഴ്ചയിലെ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് സമരപരിപാടികൾക്ക് രൂപം നൽകുന്നതെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേപ്പ്, KR രനി, CPM മറ്റത്തൂർ ലോക്കൽ ആക്ടിംഗ് സെക്രട്ടറി PS പ്രശാന്ത്, വാർഡ് മെമ്പർ KR ശശികുമാർ എന്നിവർ സംസാരിച്ചു. ഭരണസമിതിക്കെതിരെ പ്രതിഷേധം.